വെൽക്കം ടു ദ ചാനൽ മൂവിമാൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് മൂവിയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് വന്നേ. അപ്പം ഏതൊക്കെ മൂവിയുടെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിയോ ഉണ്ട്, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന കൈദി 2, പിന്നെ തുടരും, അങ്ങനെ കുറച്ച് മൂവീസിന്റെ ഒക്കെ അപ്ഡേറ്റും കാര്യങ്ങളും കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഡേ കളക്ഷൻ തന്നെ 16 കോടിയാണ് തുടരും അടിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് കേരളത്തില് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയ മൂവി എന്ന് പറഞ്ഞാൽ ലിയോ ആയിരുന്നു, നമ്മുടെ വിജയുടെ. അത് മറികടന്നാണ് നമ്മുടെ മലയാളത്തില് വന്നേക്കുന്ന തുടരും 16 കോടി അടിച്ചിട്ട് വന്നേക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാല് നമ്മുടെ 3 ദിവസം കൊണ്ട് തുടരിന്റെ കളക്ഷൻ കിട്ടിയിരിക്കുന്നത് 70 കോടിയാണ്. 70 കോടിയോളം നമ്മൾ 3 ദിവസം കൊണ്ട് തുടരും കളക്ട് ചെയ്തു. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിയോയുടെ ഒരു കുറച്ച് അപ്ഡേറ്റ് വന്നതെന്ന് പറഞ്ഞാൽ ജൂൺ 22-ാം തീയതി അതിന്റെ ഫുൾ ഒ എസ് ടി റിലീസ് ചെയ്യുന്നതാണ്. ആ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. OST എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുൾ ഓഡിയോസ് കാര്യങ്ങളും പാട്ടുകളും കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്യും ജൂൺ 22-ാം തീയതി. അപ്പൊ ലിയോയുടെ അപ്ഡേറ്റ് അത് വന്നേക്കുന്നത് ഉള്ളൂ. പിന്നെയുള്ളത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ കാർട്ടൂണിന്റെ കൈദി 2 ആണ്. നമ്മുടെ ലോകേഷ് കനകരാജൻ ഉണ്ടായിരിക്കുന്ന നമ്മുടെ കൈദി. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹരീഷ് പെരടി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൈദി കഴിഞ്ഞിട്ട് 25 ദിവസം കഴിഞ്ഞിട്ടുള്ള കഥയാണ് കൈദി 2. പിന്നെ ഉള്ളത് കൈദി കഴിഞ്ഞിട്ട് 75 ദിവസം കഴിഞ്ഞിട്ടുള്ള കഥയാണ് നമ്മുടെ വിക്രം. കൈദി സെക്കൻഡിൽ ഞാൻ ഉണ്ടെന്നാണ് ലോകേഷ് പറഞ്ഞത്. അത് എന്നോട് പറഞ്ഞത്, അത് വെളിപ്പെടുത്തുന്നത് കുഴപ്പമില്ല തോന്നുന്നു. ഞാൻ വിക്രമിൽ ചെയ്തല്ലോ, ചെറിയൊരു സംഭവമാണ് ചെയ്തത് തുടക്കത്തിലല്ല. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ എന്തിനാണ് ലോകേഷ് ഇങ്ങനെ ഒരു ചെറിയ അവസാനം ചെയ്യാൻ വരണോ, എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ലോകേഷ് പറഞ്ഞു വരണം, കാരണം ഈ സിനിമ എന്ന് പറയുന്നത് നമ്മൾ കൈദി കഴിഞ്ഞിട്ട് 75 ദിവസം കഴിഞ്ഞ് സംഭവിക്കുന്ന സിനിമയാണ് വിക്രം. അത് നമ്മൾ കൈദി കഴിഞ്ഞ് ഫസ്റ്റ് കഴിഞ്ഞിട്ട് 25 ദിവസം കഴിഞ്ഞ് സംഭവിക്കുന്ന സിനിമയാണ് കൈദി സെക്കൻഡ്. അപ്പോൾ ഈ സെക്കൻഡിലെ ആളാണ് ഇവിടെ കൊല്ലപ്പെടുന്നത്. അപ്പൊ സെക്കൻഡ് ഷൂട്ട് ചെയ്യാൻ പോണേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു ഒരു അപ്ഡേറ്റ് നമ്മുടെ ഹൈഷ്മയുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായി. പിന്നെയുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കൈദി 2-ന്റെ ഷൂട്ടിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയുള്ളത് നമ്മുടെ രജനീകാന്തിന്റെ കൂലി മൂവി ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊമോഷനോ അല്ലെങ്കിൽ റിലീസിന്റെ കാര്യങ്ങൾക്കൊന്നും നമ്മുടെ ലോകേഷ് ഉണ്ടാവില്ല. കാരണം കൈദിയുടെ ഷൂട്ടിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും പോയിരിക്കുന്നത്. പിന്നെ ഉള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫുള്ളായിട്ടും ലോകേഷ് ഒരു ബ്രേക്ക് എടുത്തേക്കണതാണ്. അപ്പം ഇതിന്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ കൈദിയുടെ മൂവിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയിരിക്കുന്നതാണ്. അതിന്റെ പേരിലാണ് ഈ ബ്രേക്കും കാര്യങ്ങളും. പിന്നെ നമ്മുടെ രജനീകാന്തിന്റെ സിനിമയുടെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് അതിന്റെ ഒരു അപ്ഡേറ്റ് വന്നേക്കുന്നത്. പിന്നുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൈദിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് വരുന്നത് സെപ്റ്റംബറിലാണ്. പിന്നെയുള്ളത് അതിനോടനുബന്ധിച്ച് തന്നെ LCUവിന്റെ ഒരു ഷോർട്ട് ഫിലിം, ഒരു 10 മിനിറ്റ് ഡ്യൂറേഷൻ ഒരു ഷോർട്ട് ഫിലിം ഇവര് അതിന് മുമ്പ് തന്നെ റിലീസ് ചെയ്യുന്നുണ്ടെന്നാണ് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഈ ഷോർട്ട് ഫിലിമിന്റെ പേരിട്ടേക്കെന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 0 എന്നാണ് അതിന്റെ പേരിട്ടേക്കുന്നത്. പിന്നെയുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഷോർട്ട് ഫിലിമിന്റെ അകത്ത് നമ്മുടെ കാർത്തികിന്റെ ഒരു എൻട്രി ഉണ്ട് എന്നൊക്കെയുള്ളൊരു റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം കൈദിയുടെ അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇത്ര നമുക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത മൂവി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ മൂവി അപ്ഡേറ്റ്സും ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.